ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ത് റിലേറ്റഡ് ആണെന്ന് നോക്കുകയാണെങ്കിൽ സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കറിയാം, മോസ്റ്റ്ലി ഞാൻ റിവ്യൂസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്യൂട്ടി പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെയാണ് കൂടുതൽ ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബ്രാൻഡിൻ്റെ നെയിം നോക്കുകയാണെങ്കിൽ നമ്മൾ ഡെർമാക്കോയുടെ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഡെർമാക്കോയുടെ എല്ലാ പ്രൊഡക്ട്സും തന്നെ നമുക്കറിയാം നമുക്ക് നല്ല റിസൾട്ട് നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ കെമിക്കൽ ഫ്രീ, അതേപോലെ തന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. ആൻഡ് പിന്നെന്താ പറയുക, എസ്പെഷ്യലി പറയുകയാണെങ്കിൽ എക്സാക്റ്റ് ആയിട്ട് നമ്മൾ ഉറപ്പിച്ച് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. അപ്പോൾ ഫ്രാഗ്രൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കെമിക്കൽ ഫ്രീ അല്ലെങ്കിൽ എന്താ പറയുക, ഒരുപാട് ഗ്രൂപ്പ് ഓഫ് ആ ഒരു കെമിക്കൽസ് ഒന്നും ഇൻക്ലൂഡ് അല്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്ട്സ് ആണ് ഡെർമാക്കോൻ്റെ ഒട്ടുമിക്ക പ്രൊഡക്ട്സും. അപ്പോൾ റീസെൻ്റ്ലി എന്നല്ല, കുറച്ച് നാളുകൾക്ക് മുന്നേ ഭയങ്കര ഹൈപ്ഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയിരുന്നു ഈ ഒരു മോയ്സ്ചറൈസർ നമുക്ക് എല്ലാ കാലത്തും വേണ്ട ഒരു പ്രൊഡക്റ്റാണ്. അതായത് ഡെയിലി സ്കിൻ കെയർ റുട്ടീനിൽ മസ്റ്റായിട്ട് നമുക്ക് വേണ്ടതാണ് മോയ്സ്ചറൈസർ. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസറിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ മെയിനായിട്ട് വരുന്നത് സെറാമൈഡ് പ്ലസ് എച്ച് എന്ന് വെച്ചാൽ നമ്മുടെ ഹൈലറോണിക് ആസിഡ് ആണ് കേട്ടോ. അതായത് ഡെയിലി ഇൻറ്റൻസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. ഫോർ ആർക്കാണെന്ന് നോക്കുകയാണെങ്കിൽ ഡ്രൈ സ്കിന്നുകാർക്ക് എന്ന് വെച്ചാൽ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ വേണം. കോമ്പിനേഷൻ അല്ലെങ്കിൽ ഓയിലി സ്കിന്നുകാരുടെ പോലെ ആവില്ല. അവരുടെ ഫേസ് അല്ലെങ്കിൽ അവരുടെ സ്കിൻ ടെക്സ്ചർ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം, എങ്കിൽ മാത്രമുള്ളൂ അവരുടെ സ്കിന്നിന് ആ ഒരു പ്രൊട്ടക്ഷൻ ലെവൽ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കീപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്കെന്ന് വെച്ചാൽ എക്സ്ട്രാ കെയർ വേണം മറ്റ് സ്കിൻ ടൈപ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്ക് വളരെ നല്ലൊരു മോയ്സ്ചറൈസറാണ്. നിങ്ങൾ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു മോയ്സ്ചറൈസറാണ്. ശരിക്കും അമേസിങ് റിസൾട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹൈലറോണിക് ആസിഡ് ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ, ശരിക്കും ആ ഒരു ഹൈഡ്രേഷനൊക്കെ നല്ല രീതിക്ക് ലോക്ക് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി നമ്മളെ സഹായിക്കും. ആ ഒരു മോയ്സ്ചറൈസിങ് ലെവൽ എന്നൊക്കെ പറയുന്നത് കുറേ നേരം ലാസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ശരിക്കും നല്ലൊരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസറിനെ കുറിച്ചിട്ട് ബാക്കി പറയുകയാണെങ്കിൽ സെറാമൈഡ് പ്ലസ് ഹൈലറോണിക് ആസിഡ് ആണ് മെയിനായിട്ട് വരുന്ന എൻറിച്ച്മെൻറ്റ്. അതോടൊപ്പം തന്നെ ഡേ പ്ലസ് നൈറ്റ്, നമ്മൾ ഡേയും ദെൻ നൈറ്റിലും യൂസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസറിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൾഫേറ്റ് ആൻഡ് പാരബൻസ് ഒക്കെ ഇൻക്ലൂഡ് അല്ലാത്തൊരു മോയ്സ്ചറൈസറാണ്. പിന്നെ ഡൈസോ മിനറൽ ഓയിൽസോ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതൊന്നും ഓർത്ത് ആരും പേടിക്കേണ്ട. പിന്നെ ഫ്രാഗ്രൻസ് ഇല്ലാത്തൊരു പ്രൊഡക്റ്റാണ്. സോ അതുകൊണ്ട് തന്നെ കെമിക്കൽസ് ഒരുപാട് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ അല്ല. നമുക്ക് ധൈര്യത്തോടു കൂടി യൂസ് ചെയ്യാൻ പറ്റും. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. അപ്പോൾ യൂസ് ചെയ്താൽ മെയിനായിട്ട് നമുക്ക് ഇഷ്ടപ്പെടേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര എന്താ പറയുക, പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ അബ്സോർവ് ആകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒട്ടും തന്നെ സ്റ്റിക്കി ഫീൽ ഇല്ല, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഞാൻ എപ്പോഴും ഈ ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ എന്തെങ്കിലും അലോവേര ജെൽ ആണെങ്കിൽ പോലും എനിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര സ്മൂത്തായിട്ട് എൻ്റെ സ്കിന്നിൽ പെട്ടെന്ന് അബ്സോർവ് ചെയ്ത് പോകണം. ആ ഒരു വലിച്ചിൽ അല്ലെങ്കിൽ സ്റ്റിക്കി ഫീൽ ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്ത ആളാണ് കേട്ടോ. പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ചിലതൊക്കെ ക്രീമി ടെക്സ്ചർ ആകുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ഹെവി ഫീൽ തരും, എന്തോ സംഭവം നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത പോലത്തെ ഒരു ഫീൽ ഉണ്ടാകുന്നു. അങ്ങനത്തെ ഫീലോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. പിന്നെ നമുക്ക് ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പ്രത്യേകിച്ച് ഫ്രാഗ്രൻസ് ഒന്നും ഇല്ല, പക്ഷേ നിങ്ങൾ ഫ്രാഗ്രൻസ് അധികം ഇഷ്ടപ്പെടാതിരിക്കുന്നതാണ് ബെറ്റർ. ബിക്കോസ് വേറെ ഒന്നും കൊണ്ടിട്ടല്ല. ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് അവർ ഒരു ഗ്രൂപ്പ് എന്നല്ല, പല ഗ്രൂപ്പ്സ് ഓഫ് ഇൻഗ്രീഡിയൻസ്, കെമിക്കൽ കോമ്പോണൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഫ്രാഗ്രൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യലായിട്ട്. അപ്പോൾ അതിൽ എന്തൊക്കെ തരത്തിലുള്ള കെമിക്കൽസ് അല്ലെങ്കിൽ ഒക്കെ ഉണ്ടെന്ന് നമുക്ക് എന്താ പറയുക, പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത വിധത്തിലായിരിക്കും. അപ്പോൾ അതെങ്ങനെയൊക്കെ നമ്മുടെ സ്കിന്നിനെ എഫക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് ഒരു തരത്തിലുള്ള ഐഡിയയും കിട്ടില്ല. അപ്പോൾ അവർ ഇന്ന പ്രൊഡക്റ്റ് എന്നൊന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. ജസ്റ്റ് എന്തെങ്കിലും ഫ്രാഗ്രൻസ് എന്നുള്ള ആ ഒരു ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് കൺസേൺ ആവുക ഇങ്ങനത്തെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുമ്പോൾ. പിന്നത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിൽ 25 ഗ്രാമാണ് വരുന്നത്. ഇതിൻ്റെ വലിയ പാക്കൊക്കെ കിട്ടും കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ വലിയ പാക്ക് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ സാമ്പിൾ പാക്കറ്റ് വാങ്ങിച്ച് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അഫോർഡബിൾ ആണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രോപ്പർ ഡീറ്റെയിൽ കൊടുത്തേക്കാം, എത്രയൊക്കെ റേറ്റ്സ് ഒക്കെയാണ്. 25, 50 അതുപോലെ തന്നെ 100 ഗ്രാമിൻ്റെയൊക്കെ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. 200 ഗ്രാമിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ, ആമസോണിൽ, നൈക്കിലും പർപ്പിളിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഔട്ടർ കവറിങ് നോക്കുകയാണെങ്കിൽ ഇതുപോലൊരു കാർഡ്ബോർഡ് ബേസ്ഡ് പാക്കേജിംഗ് ആണ്. ഇതിൽ എക്സാക്റ്റ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയറ്റ്സ് ഫ്രീ, മിനറൽ ഓയിൽസ് ഫ്രീ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് വരുന്നത് ഹൈലറോണിക് ആൻഡ് സെറാമൈഡ് ആണ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, ഫ്രാഗ്രൻസ് ഫ്രീ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്.
പിന്നെ ഇതിൽ മെയിനായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഹൗ ടു യൂസ് എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യമേ തന്നെ നമ്മൾ മോർണിംഗിൽ യൂസ് ചെയ്യണം, അതുപോലെ തന്നെ നൈറ്റും യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ മോർണിംഗിൽ നമ്മൾ സ്കിൻ കെയർ റൂട്ടീനിൽ ഫേസ് വാഷ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ടോണർ യൂസ് ചെയ്യുക, സെറം യൂസ് ചെയ്യുക, അതിനുശേഷം മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. അപ്പം ഓർത്തിരിക്കുക മോയ്സ്ചറൈസറിൻ്റെ ആ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ. അതിനുശേഷം വേണം നമ്മൾ സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി. നൈറ്റ് ടൈമിലാണെങ്കിലും ഫേസ് വാഷ് അപ്ലൈ ചെയ്യുക, ടോണർ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ടോണർ യൂസ് ചെയ്യുക, ആഫ്റ്റർ ദാറ്റ് സെറം യൂസ് ചെയ്യുക, ദെൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അപ്പോൾ ശരിക്കും നമ്മുടെ ആ ഒരു സ്കിൻ കെയറിൻ്റെ ആ ഒരു പ്രോപ്പർ വേയിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ എക്സാക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ അവർ ഹൗ ടു യൂസിൽ പിന്നെ പറഞ്ഞിട്ടുള്ള കാര്യം, നമ്മൾ ജസ്റ്റ് ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യാണ്ട് നമ്മുടെ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ലോണം ലൈറ്റൻ ചെയ്യാനൊക്കെ സഹായിക്കും കേട്ടോ. സ്കിൻ ഹൈഡ്രേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന 2 മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ സെറാമൈഡ്സ് ആൻഡ് ഹൈലറോണിക് ആസിഡ് എന്നുള്ള കാര്യങ്ങൾ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ എമൗണ്ട് വന്നിട്ടുള്ളത് 149 രൂപയാണ് 25 ഗ്രാം ഓഫ് പ്രൊഡക്റ്റിന്. അപ്പോൾ ഇതിൻ്റെ പാക്കേജിൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ചിട്ട് എമൗണ്ടിലും ചെറിയ ഡിഫറൻസ് വരും. പിന്നെ നമുക്ക് ഈ ഒരു പാക്കേജിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ട്യൂബ് ലൈക്ക് പാക്കേജിംഗ് ആണ്, ട്രാവൽ ഫ്രണ്ട്ലി ആണ്, അതോടൊപ്പം തന്നെ ഈസി ടു ക്യാരി ആണ്, ഓപ്പൺ ചെയ്യാനും ഭയങ്കര ഈസിയാണ്. പിന്നെ ടെക്സ്ചർ വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ വൈറ്റ് ക്രീമി ടെക്സ്റ്റാണ്, വളരെ ലൈറ്റാണ് കേട്ടോ, ഒട്ടും തന്നെ സ്റ്റിക്കി ഓർ ഹെവി ഫീലില്ല. പിന്നെ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പം എനിക്കൊരു ഗ്രീസി ഫീലോ ഓയിൽനെസ്സോ ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ. പെട്ടെന്ന് അബ്സോർവ് ചെയ്യും, നല്ലൊരു സ്മൂത്ത്നെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്ലൈ ചെയ്ത സമയത്തൊക്കെ ആണെങ്കിൽ. പിന്നെ എനിക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നൈറ്റ് ടൈമും അതുപോലെ തന്നെ മോർണിംഗ് ടൈമിലും ഇങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയുള്ള എനിക്ക് ഇവരുടെ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ എക്സാക്ട്ലി ഷെൽഫ് ലൈഫിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ 2 വർഷത്തെ ഷെൽഫ് ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റോർ ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്റേണലി ഒന്നും ടേക്ക് ചെയ്യരുത്. അത് നോർമലി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാൻ പറയേണ്ട ആവശ്യം പോലും ഇല്ല. പിന്നെ ആ ഒരു കോഷൻസിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ എപ്പോഴും നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് അല്ലെങ്കിൽ ഹീറ്റ് ഒന്നും എമിറ്റ് ചെയ്യുന്ന പ്ലേസിൽ വെക്കരുത്. റൂം ടെമ്പറേച്ചറിൽ കൂൾ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള പ്ലേസിൽ വെക്കുക. പിന്നെ ഇത് റെഫ്രിജറേറ്റർ ഒന്നും സൂക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചില പ്രൊഡക്ട്സൊക്കെ ചിലർ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നല്ല പ്രൊട്ടക്ഷൻ മീൻസ് അത് കുറേ നാൾ കൂടെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും എന്നൊക്കെ ഒരു എന്താ പറയുക മിത്ത് അല്ലെങ്കിൽ തെറ്റിദ്ധാരണയുടെ ഒക്കെ പുറത്ത് അങ്ങനെ വെക്കാറുണ്ട്. ചില പ്രൊഡക്ട്സ് നമുക്ക് അങ്ങനെ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. പക്ഷേ ഇതൊക്കെ ജസ്റ്റ് കൂൾ ആൻഡ് ഡ്രൈ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് തോന്നും ഇത് ഫോർ ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഫോർ ഡ്രൈ സ്കിന്നുകാർക്കാണ്. പക്ഷേ സെൻസിറ്റീവും കോമ്പിനേഷൻ എൻ്റെ കുറച്ച് ഓയിലി സ്കിന്നായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാറുണ്ട്. നോർമലി എനിക്ക് ഡെർമാക്കോൻ്റെ എല്ലാ പ്രൊഡക്ട്സും തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ശരിക്കും നമുക്ക് റിസൾട്ട് നൽകുന്നതായിട്ട് ഫീൽ ചെയ്യും. ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് നല്ലോണം ആ ഒരു റിസൾട്ട് കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ യൂസ് ചെയ്തിട്ട് ഉള്ള ആരെങ്കിലും ഈ ഒരു വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൽ വർക്കൗട്ടായോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ, താങ്ക് യു, ടാറ്റാ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.